നമുക്കത് നമുക്ക് ആർക്കും അറിയില്ലല്ലോ എന്തുകൊണ്ടാണ്. എൻ്റെ അമ്മയാണേലും കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരാളാണ്. അവിടെ എല്ലാവരും അങ്ങനെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ അതൊരു വലിയ വിഷയം തന്നെയായിരുന്നു. അതിൻ്റെ പേരിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? അവർ ഉറപ്പ് പറയുന്നില്ല. ആവില്ല, ഇങ്ങനെ ആവില്ല എന്നും പറയാൻ പറ്റില്ല, ആകുമെന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴും ഇത് എന്തുകൊണ്ടാണ് ഈ രോഗമെന്ന് പറയാൻ പറ്റുന്നില്ല. മെഡിസിൻ്റെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ആണോ അങ്ങനെ ഒന്നും തീർത്തും ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്തായിരുന്നു ഈ രോഗത്തിന്റെ പേരോ അങ്ങനെ ലാമിനാർ റിത്യോസിസ്. ഓക്കെ, ഈ മരുന്നില്ല എന്ന് പറയുന്നുണ്ട്, അത് എത്രത്തോളം ശരിയാണ്? എന്തെങ്കിലും മരുന്നില്ലാന്നല്ല, ഈ മരുന്ന് കഴിച്ചാലും ഇതുകൊണ്ട് ഒരു ശാശ്വത പരിഹാരം ഇല്ല. ഡോക്ടർമാർ പറയുന്നത് നമ്മുടെ ഇത് ബൈ ബർത്ത് അല്ലേ, ജനിച്ചു കഴിഞ്ഞായിരുന്നെങ്കിൽ അതിനെന്തെങ്കിലും സോറിയാസിസ് എന്നൊക്കെ പറയുമ്പോൾ അത് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുന്നതാണ്. ഇത് നമ്മളെ ജന്മനാലയാണ്. അതിന് മെഡിസിൻ ഇതുവരെ ഇല്ല. അതിപ്പം നമ്മളിപ്പം മരുന്ന് കഴിച്ചാലും കുറച്ച് കുറയും, അല്ലെങ്കിൽ ചിലപ്പോൾ പൂർണ്ണമായിട്ടും നോർമൽ സ്കിന്നുള്ളവരുടെ പോലെ എന്തായാലും ആവില്ല. മരുന്ന് കഴിച്ച് നല്ലോണം ഒരു വൃത്തിയാകുന്ന രീതിയിലാകും. പക്ഷെ നമ്മൾ മരുന്ന് കഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും പഴയപടിയാകും. പഴയപടിയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ആകും. അല്ലെങ്കിൽ ഇത് കഴിക്കുന്ന ഈ മരുന്നിൻ്റെ സ്കിന്നിൻ്റെ മരുന്നിന് തന്നെ ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട്. പിന്നെ വിലയാണെങ്കിൽ നമുക്ക് ആർക്കും താങ്ങാൻ പറ്റുന്നതല്ല.